ഈശോയെ സ്നേഹമുള്ളവരെ, ആദ്യമേ തന്നെ എല്ലാവർക്കും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ആരെയും വിധിക്കാതിരിക്കുവിനെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, വലിയ നോമ്പിൻ്റെ ഒരു പകുതിയൊക്കെ കടന്ന് നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ അനേകം ആൾക്കാരെ അനേകം കാര്യങ്ങൾ വിധിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ തോന്നാറുമുണ്ട്, എന്നാൽ വിധിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ആരെയും വിധിക്കാതിരിക്കണമെന്ന് ഈശോ പറയുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ അത് സാധ്യമാണോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ഒരാളെ പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ അവരെ വിധിക്കുന്നത്. പല കാര്യങ്ങളിലും നമ്മൾ അവരെ വിധിക്കുന്നത് നമ്മൾ അവരുടെ ഒരു കാര്യവും മനസ്സിലാക്കാതെ കടന്നു പോകുന്നത് കൊണ്ടാണ്. നമുക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ പലപ്പോഴും അവരെ വിധിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയും. അനുദിന ജീവിതത്തിൽ മറ്റ് ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു പോരായ്മയാണ്. കാരണം അവരെ മനസ്സിലാക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് നമ്മുടെ കാര്യം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ആധ്യാത്മികത മാറിപ്പോകുന്നുണ്ട്. നമ്മുടെ ആധ്യാത്മികതയിൽ പലപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഒരു സമർപ്പണം ഈശോയുടെ മുമ്പിൽ കാഴ്ചവെക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ആരെയും വിധിക്കാതിരിക്കാൻ. അവർ എന്ത് കാര്യം കൊണ്ടാണോ അങ്ങനെ പ്രവർത്തിച്ചത്, ഏത് കാര്യത്തിലാണ് അവരുടെ മനസ്സ് ഇടിഞ്ഞു പോയത്, ഏത് കാര്യം കൊണ്ടാണ് അവർ അങ്ങനെ സംസാരിച്ചു പോയത്, കർത്താവെ, അവരുടെ പ്രവൃത്തികളെ അങ്ങ് വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും പൂർണ്ണമാക്കണമേ. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്നത് ആരെയും വിധിക്കാതെ നാം പ്രാർത്ഥിക്കുമ്പോഴാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നിരാകരിക്കപ്പെടുന്നത് സ്തുതിയുടെ എതിരായ വിധി നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതുകൊണ്ടാണ്. വിധി മുഴുവൻ നമുക്ക് ദൈവത്തെ ഭരമേൽപ്പിക്കാം. അവിടുന്ന് വിധിക്കട്ടെ. നമുക്ക് കർത്താവിനോട് ഹൃദയപൂർവ്വം ഇളമയും സ്നേഹമുള്ളവരായി നമ്മെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കാം. ഈ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ ഉന്നതമായ മഹത്വം നമ്മെ താങ്ങി നിർത്തട്ടെ.